വേമ്പനാട്ട് കായലിലെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് വറുതിയുടെ കാലമാണ്. അശാസ്ത്രീയമായ മണൽ ഖനനമാണ് പ്രതിസന്ധിക്ക് കാരണം. കക്കയുടെ ലഭ്യതയും ഖനനം പ്രതികൂലമായി ബാധിക്കുകയാണ്. സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. കരിമീൻ, വറ്റ പോലെയുള്ള കായൽ മത്സ്യങ്ങളുടെ വിളനിലമായിരുന്ന വേമ്പനാട്ട് കായലിൽ ഇപ്പോൾ മത്സ്യങ്ങൾ കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണെന്ന് തൊഴിലാളികൾ പറയുന്നു. ആലപ്പുഴ മുഹമ്മ, കണ്ണങ്കര, കുളക്കോഴിച്ചിറ മേഖലയിൽ നടന്ന മണൽ ഖനനത്തിന്റെ ഫലമായി തണ്ണീർമുക്കം മുതൽ മണ്ണഞ്ചേരി വരെ കായലിൽ ചെളി കലങ്ങി നിറഞ്ഞിരിക്കുകയാണ്. കക്കാത്തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളും ഒക്കെ പണിയെടുക്കുന്നതാണ് വേമ്പനാട്ട് കായൽ. അത് ഈ ഡ്രഡ്ജിങ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള അതിൻ്റെ ചെളിയും വെള്ളവും എല്ലാം കൂടി ഒഴുകി മൊത്തം കക്കായി നശിക്കും, മത്സ്യസമ്പത്തും പോവും. കരക്കുള്ള ഈ ചെളിയെല്ലാം അടിഞ്ഞ് വള്ളം പോലും ഇറക്കാൻ മേലാത്തൊരു അവസ്ഥ ഉണ്ടാകും. തണ്ണീർമുക്കം ബണ്ടിന്റെ അശാസ്ത്രീയമായ പ്രവർത്തനവും കായലിലെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുന്ന മണൽ ഖനനവുമാണ് മത്സ്യ കക്കാത്തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമാക്കുന്നത്. അധികാരികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത നിലപാടുകളാണ് കായലുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെ പട്ടിണിയിൽ ആഴ്ത്തുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. കായലുകളിൽ വന്ന് ഡ്രഡ്ജ് ചെയ്ത് മത്സ്യങ്ങളുടെ ആവാസ കേന്ദ്രമായ ചെള്ളയും മണ്ണും കലക്കി അടിച്ച് കരക്ക് കയറ്റുന്നതനുസരിച്ച് മീനിന് മുട്ടയിടാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടുകളും നിരാശകളും ഉണ്ട്. പല കയർ കമ്പനികളിൽ നിന്നുമുള്ള മാലിന്യങ്ങളും രാസവസ്തുക്കളും കായലിലും കൈവഴികളിലുമായാണ് ഒഴുക്കിവിടുന്നത്. വേമ്പനാട്ട് കായലിലെ മത്സ്യസമ്പത്തിന്റെ വളർച്ചയിൽ നിർണായക സംഭാവന നൽകുന്ന പ്രധാന പ്രദേശം പാതിരാമണൽ ദ്വീപാണ്. ഇവിടുത്തെ കണ്ടൽക്കാടുകളും തീരത്തോട് ചേർന്നുള്ള വൃക്ഷച്ചുവടുകളുമാണ് മത്സ്യസമ്പത്ത് ഇപ്പോൾ നിലനിർത്തുന്നത്. ദ്വീപിനു സമീപവും മണൽ ഖനനം നടത്താനുള്ള നീക്കം മത്സ്യ കക്ക മേഖലയിലുള്ളവർ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. ജനം, ആലപ്പുഴ.